ശ്രീശ്രായി നമ. എല്ലാവർക്കും വണക്കം. ഗ്രഹാണാം അംശകം ബലം, ഇവിടെ ഉദ്ദേശിച്ചത് നവാംശകത്തെയാണ്. വർഗചക്രത്തില് 36, 64, 20 ഒക്കെ പലരും എടുക്കാറുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് നവാംശകം. കാരണം ഒരു രാശിയെ 9 ഖണ്ഡമായിട്ടാണ് ഇവിടെ ഖണ്ഡിക്കുന്നത്. ഒരു രാശിയിൽ തന്നെ 9 നക്ഷത്ര കാലുകളും ഉണ്ട്. അതുകൊണ്ട് നവാംശകം നോക്കിയാൽ അറിയാൻ സാധിക്കും ഏത് നക്ഷത്രക്കാലിലാണ് ഗ്രഹം ഇരിക്കുന്നത് എന്ന്. ഒരു രാശിയിലെ 9 നക്ഷത്ര കാലുകൾ, 12 രാശിയില് 108 നക്ഷത്രക്കാലുകൾ, 108 എനർജി പോയിന്റ്സ്, വർമ്മ പോയിന്റുകൾക്ക് തുല്യമാണ് ശരീരത്തില്. മേഷരാശിയില് അശ്വതിയുടെ അശ്വിനി നക്ഷത്രം 1, 2, 3, 4 പാദങ്ങളും, ഭരണി നക്ഷത്രത്തിന്റെ 1, 2, 3, 4 പാദങ്ങളും, കാർത്തികയുടെ 1ാമത്തെ പാദവും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ജാതകൻ ലഗ്നം 0, 3, 12 എന്നതാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത് അശ്വിനി നക്ഷത്രത്തിന്റെ ആദ്യത്തെ പാദത്തിലാണെന്ന്. അതുകൊണ്ട് തന്നെ 1ാം അംശകം ആ രാശിയിൽ തന്നെ വരും. മേഷരാശിയിൽ എത്ര അംശകങ്ങള്? 9. ഇത് 1ാം അംശകം ആ രാശി 2, 3, 4, 5, 6, 7, 8, 9 അംശങ്ങള് ഇവിടെ മുടിയും. അപ്പോ 1, 2, 3, 4, 5, 6, 7, 8, 9 അംശം മുടിയും. ഇവിടെ മുതൽ ഇടവൻ രാശി ആരംഭിക്കും. അപ്പോൾ ഇടവൻ രാശി ആരംഭിക്കുന്നത് ഇവിടെ മുതൽ ഇടവൻ രാശി 1, 2, 3, 4, 5, 6, 7, 8, 9 ഇവിടെ മുടിയും. അതിനുശേഷം മിഥുന രാശി ഇവിടെ ആരംഭിക്കും. അത് ഇവിടെ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5, 6, 7, 8, 9 ഇവിടെ മുടിയും. അതിനുശേഷം കർക്കിടക രാശി തുടങ്ങും. അപ്പോ ചരസ്ഥിര ഉഭയങ്ങള് പറഞ്ഞു. ചരരാശിക്ക് ആ രാശി തുടങ്ങിയാൽ ഇവിടെ മുടിഞ്ഞാൽ സ്ഥിരരാശിക്ക് അതിൻ്റെ 9ാം രാശി 1, 2, 3, 4, 5, 6, 7, 8, 9 രാശിയിൽ തുടങ്ങും. ഉഭയരാശിക്ക് അതിൻ്റെ 1, 2, 3, 4, 5 രാശിയിൽ തുടങ്ങും. ഈ നിയമം വരുന്നത് തന്നെ മേഷം മുതൽ നക്ഷത്രപാദങ്ങള് ഓരോ പാദവും ഓരോ രാശിയിൽ എഴുതി പോകുന്ന കണക്കാണ്. അത്തരത്തില് ഒരു വട്ടം ചുറ്റുവാൻ വേണ്ടി 12 പാദങ്ങൾ ആവശ്യമാണ്. ഓരോ രാശിയിലും ഓരോ പാദം വീതം. അങ്ങനെ 9 വട്ടം, 9 ലെയറായിട്ടും ഇത് വരുന്നു. അതുകൊണ്ട് 9 ഖണ്ഡം ഒരു രാശിയിലും, മൊത്തം രാശി ചക്രത്തില് 27 നക്ഷത്രങ്ങള് 9 വട്ടമായിട്ടും വരുന്നു എന്നുള്ള പ്രാധാന്യവും നവാംശകത്തിനുണ്ട്. ഇത് കണക്കാക്കാനായിട്ട് അജ, മൃഗ എന്ന മകരരാശിക്കും, തൗലി എന്ന തുലാം രാശിക്കും, ചന്ദ്രഭവനാദി എന്ന നക്ഷത്രം ചന്ദ്രഭവനത്തിലും ഇത്തരത്തില് ഹോരാശാസ്ത്ര വിധി അനുസരിച്ചിട്ട് പെട്ടെന്ന് കാണുകയും ചെയ്യാം. ഇനി ഇത് എന്തിന് ഇത് ഉപയോഗിക്കുന്നു? രാശി ചക്രം പോലെ ഉച്ച, നീച, ആക്ഷി, മൂലത്രികോണം, ബന്ധു, ശത്രു, സമക്ഷേത്രങ്ങൾ, ദിക് ബലങ്ങൾ ഒക്കെ ഇതിൽ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു രാശി ചക്രം എന്നത് ഗ്രഹവാനമണ്ഡലത്തിൽ ഇരിപ്പിടമാണ്. ഗ്രഹങ്ങൾ വാനമണ്ഡലത്തിൽ എവിടെ ഇരിക്കുന്നു എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഡിഗ്രി വൈസിൽ നമുക്ക് കാഴ്ചയില് നമ്മുടെ കണ്ണുകൊണ്ടല്ല എങ്കിലും
പല ഗ്രഹങ്ങളെയും കണ്ടുകൊണ്ട് കാണാൻ പറ്റും. കാൽക്കുലേറ്റീവ് ലെവലിൽ നമുക്ക് അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരു വർഗചക്രത്തിൽ പോലും ഗ്രഹങ്ങൾ ആ രാശിയിൽ ഇരിക്കുന്നില്ല. കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ രാശിയിൽ തന്നെ, അതായത് ഒരു രാശിയെ തന്നെ, ഇത് മേഷരാശിയാണെങ്കിൽ ആ മേഷരാശി ആണെങ്കിൽ മേഷരാശിയെ തന്നെ 9 ഖണ്ഡമായിട്ട് ഖണ്ഡിച്ച് ഓരോ നക്ഷത്രത്തിനും പാദങ്ങളായിട്ട് കൊടുത്ത് ആ നക്ഷത്രപാദത്തിൽ എവിടെ ഇരിക്കുന്നു എന്ന് മാത്രം കണക്കാക്കുന്നു. യഥാർത്ഥത്തിൽ ഗ്രഹം ഇരിക്കുന്ന ഇവിടെ തന്നെയാണ്. അടുത്തൊരു ചാർട്ട് വരയ്ക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ബാഹ്യാംശകമാണെങ്കിൽ പുറത്തിങ്ങനെ അംശകം എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അംശക ചക്രത്തിൽ ഒന്നും തന്നെ ഗ്രഹം ആ സ്ഥാനത്തിരിക്കുന്നില്ല. അതൊരു കാൽക്കുലേഷനിൽ മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ ഗ്രഹാണം അംശകം ബലം എന്ന് നമ്മൾ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഗ്രഹാണം അംശകം ഫലം എന്നുള്ളതാണ് പ്രധാനമായിട്ട് എടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അത് എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നോക്കാം. മേഷരാശി തന്നെ, ചന്ദ്രൻ വേണമെങ്കിൽ നമുക്ക് വൃഷഭത്തിൽ എഴുതാം അല്ലെ? അങ്ങനെയെങ്കിൽ ചന്ദ്രൻ വൃഷഭത്തില് 9 നക്ഷത്രപാദങ്ങളിൽ ഏതിൽ വേണമെങ്കിലും ഇരിക്കാം. 9 നക്ഷത്രപാദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാർത്തിക 2, 3, 4 പാദങ്ങളുണ്ട്. കാർത്തികയുടെ 1-ാം പാദം ഇവിടെ കഴിഞ്ഞു. രോഹിണി 1, 2, 3, 4 പാദങ്ങളുണ്ട്. മൃഗശീർഷം 1, 2 ഉണ്ട്. അപ്പൊ കൃത്തിക, രോഹിണി, മൃഗശീർഷം ഇവിടെ വരുമ്പോൾ കൃത്തികയുടെ 2-ാമത്തെ പാദമാണെങ്കിൽ ഇവിടെ തന്നെ ഇതിന്റെ 9-ാമത് കാര്യം. ഇത് കഴിഞ്ഞപ്പോ കൃത്തികയുടെ ഇവിടെ വരുന്നു 1-ാം പാദം. കാരണം സ്ഥിരരാശിക്ക് 9-ാം രാശിയാണെന്നുള്ള പ്രമാണം. അതല്ലെങ്കിൽ ഇവിടെ 1-ാം രാശിയിൽ എണ്ണി എഴുതി വന്നപ്പോൾ ഇവിടെ എത്തി. 2-ാം രാശി തുടങ്ങുമ്പോൾ ഇവിടെ. ഓക്കെ, അല്ലെങ്കിൽ മൃഗാദി തുടങ്ങണം എന്നർത്ഥം. കൃത്തികയുടെ 2-ാം പാദം, കൃത്തിക 3-ാം പാദം, കൃത്തിക 4-ാം പാദം, രോഹിണി 1-ാം പാദം, രോഹിണി 2, രോഹിണി 3, രോഹിണി 4, മൃഗശീർഷം 1, മൃഗശീർഷം 2. ഇത്തരത്തില് ചന്ദ്രസ്ഥിതി ഉണ്ടാകും. അപ്പോ ഫലം എങ്ങനെയാണ് ഇത്തരത്തിൽ? ഇപ്പൊ നമുക്ക് ഈ ചന്ദ്രനെ മാത്രം വെച്ച്, എല്ലാ ഗ്രഹങ്ങളെയും വെച്ച് ബലം പറയേണ്ടതാകുന്നു. ചന്ദ്രനെ മാത്രം വെച്ച് നമുക്കൊരു ബലം നോക്കാം. ഉദാഹരണം, ഈ ബലം നോക്കാൻ പല മെത്തേഡുകളുണ്ട്. ഏറ്റവും ഈസി, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു മെത്തേഡ് ഞാനിവിടെ പറയാം. ലഗ്നം മേഷരാശി, ചന്ദ്രൻ 4-ാം ഭാവാധിപതി. 4-ാം ഭാവം എന്ന് പറഞ്ഞാല് വീട്, വാഹനം, ഭൂസ്വത്തുക്കള്, മൂലധനം, വിദ്യാഭ്യാസം മുതലായ കാര്യങ്ങൾ വരും. ഇന്റർമീഡിയറ്റ് ലെവൽ വിദ്യാഭ്യാസം എല്ലാം ഇതിൽ വരും. അതല്ലാതെ ഒത്തിരി കാരകത്വങ്ങളുണ്ട്. മാതാവും വരും. മാതാ, സുഹൃ, മാതുല, ഭാഗിനേയോ, ക്ഷേത്രം, സുഖം, വാഹനം, ആസനഞ്ച, ലാളിത്യം, അമ്പ, ശയനഞ്ച, വൃത്തി, പശ്വാധികം, വേശ്മഗ്രഹം, ചതുർത്ഥാൽ. 2 ചന്ദ്രനോ ഉള്ള കാരകത്വം. ചന്ദ്രന് ഒത്തിരി കാരകത്വമുണ്ട്. വസ്ത്രങ്ങള്, ദീർഘദൂര പയനങ്ങള്, യാത്രകള്, ദ്രവ്യവസ്തുക്കള്, എള്ളെണ്ണയല്ല, അത് ശരിയാണ്. ദ്രവ്യവസ്തുക്കള്, പെട്രോളിയം മുതലായ വസ്തുക്കള്, ശരീരത്തിൽ തന്നെ പല അവയവങ്ങളും, ഉദാഹരണമായിട്ട് നുരയീരലായ ലങ്സ്, നമ്മളുടെ ബ്ലാഡർ, ഇടത്തേ കണ്ണ്, അമ്മ, ഒത്തിരി കാരകത്വങ്ങള് ചന്ദ്രനുണ്ട്. അപ്പോൾ ഇതില് ഏത് കാരകത്വത്തിന് പ്രാധാന്യം എടുക്കണം? അപ്പൊ ചന്ദ്രന്റെ ബേസ് എടുക്കുക. 4-ാം ഭാവത്തിലാണ്ട് ചന്ദ്രൻ എന്ന ഒരു കാരകത്വത്തെ, ഒരൊറ്റ കാരകത്വത്തെ ഞാൻ ഇവിടെ എടുക്കണം, അമ്മ എന്നെടുത്തുന്നതായിരിക്കാം. അപ്പൊ ഈ ജാതകന് അമ്മ കുടുംബത്തിൽ 2-ാം ഭാവം നമ്മൾ വേണമെങ്കിൽ കുടുംബം എന്ന് എടുക്കുക, അല്ലെങ്കിൽ വേണ്ട പണം എന്നെടുക്കുക. അപ്പൊ പണം എന്നെടുക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ. അമ്മ മൂലം പണം
ഉണ്ടാകും എന്ന് പറയുകയാണ്. അപ്പോ അമ്മ മൂലം പണം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ അംശകം ഒന്നാം അംശകമാണെങ്കിൽ എവിടെയാണ്? അപ്പൊ അമ്മ മൂലം പണം ഉണ്ടാവും എന്നുള്ളതിൽ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇത് 9ാമത്തെ അംശകമാണ്, അതുകൊണ്ട് ഭാഗ്യാംശകമാണ്. 9ാം ഭാവം എന്ന് പറഞ്ഞാല് ബാങ്ക്, ട്രഷറി, അമ്മയുടെ ചില ബോണ്ടുകൾ, അമ്മയുടെ ചില സേവിങ്സ്, FD മുതലായ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ 9ാം ഭാവം ഭാഗ്യാംശകമായതുകൊണ്ട് അമ്മ മൂലം അംശകത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഗുണം വരുമെന്ന് തന്നെ നമുക്ക് ഊഹിക്കണം. അമ്മ മൂലം ഗുണമാണോ നല്ല ചീത്തയാണോ? അമ്മ കുടുംബസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട്, ഈ ഉച്ച രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ബലമുണ്ട്. അപ്പോൾ ധനം വരുമെങ്കിൽ ഏത് വഴിക്ക് വരുമെന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചോട്ട് പറയാം. അമ്മയ്ക്ക് ആ ദശ നടക്കുന്ന സമയത്തോ ഗോചരാൽ വരുന്ന സമയത്തോ അമ്മയുടെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് മെച്ചുവർഡ് ആയിട്ട് നിങ്ങൾക്ക് പണം കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ബലം വരാം. അതേപോലെ സ്വഭാവം, നമുക്ക് കുടുംബത്തിൽ അമ്മയെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവും എന്നുള്ള ഒരു ബലം പറയും. ഏത് തരത്തിലുള്ള ഗുണമാണെന്ന് പറഞ്ഞാൽ 9ാം ഭാവമായിട്ടുള്ള ധന ഗുണമുണ്ടാവാം, അമ്മയെ കൊണ്ട് സപ്പോർട്ടും ഭാഗ്യവും കിട്ടുമെന്നും, അമ്മ നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കുമെന്നും, ആത്മീയമായ ലെവലിൽ അമ്മ നമ്മളെ ഉയർത്തുമെന്നും, ഇത് പിതൃഭാവം ആയതുകൊണ്ട് അമ്മ മൂലം അച്ഛൻ വകയായിട്ടുള്ള സമ്പാദ്യങ്ങളും സ്വത്തുക്കളും കിട്ടുമെന്നും ഒക്കെ കണക്ട് ചെയ്ത് പറയാം. അത് ഏത് കുറച്ചും കൂടി ഷാർപ്പാക്കി പറയണമെങ്കിൽ ഈ നവാംശത്തിന് വേറൊരു ആംഗിൾ കൂടി നോക്കണം. ഇതിപ്പോ ഞാൻ അമ്മ എന്ന് പറയുന്ന 4ാം ഭാവത്തിലെ ഒരു ഘടകമാണ് പറഞ്ഞത്. നവാംശം കൂടുതലും യൂസ് ചെയ്യുന്നത് വിവാഹ ദാമ്പത്യ ജീവിതം നോക്കുന്നതിനും കർമ്മം നോക്കുന്നതിനും ഉപയോഗിക്കാറുണ്ട്. 10ാം ഭാവത്തിന് ദശാംശം മാത്രമല്ല നവാംശം ഉപയോഗിക്കാം. ഹോരാശാസ്ത്രത്തിൽ അതിന് വിധി കൂടി ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോ ഇത്തരത്തില് അങ്ങനെയാണെങ്കിൽ രാജ്യാംശവുമായിട്ടുള്ള 10ാം അംശകം വന്നാലോ? ഇവിടുന്ന് എണ്ണുമ്പോൾ 10ാമത്തെ അംശകം ആണ് വരുന്നതെങ്കിൽ ലഗ്നാൽ 4ാം ഭാവാധിപതി 2ല് രാജ്യാംശം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാല് അമ്മയെ കൊണ്ട്, അമ്മയുടെ തൊഴിൽ കൊണ്ട് ജാതകന്റെ ഗൃഹത്തില് വരുമാനം വന്നേക്കാം. അമ്മ പണിയെടുക്കുന്നതുകൊണ്ട് 10ാം ഭാവം പണി, അമ്മയുടെ കണക്ഷൻസ്, അമ്മയുടെ പദവി, അമ്മയുടെ ബിസിനസ്, ഇതൊക്കെ കൊണ്ട് പണം വന്നേക്കാം എന്ന് പറയാം. വൃഷഭ രാശിയിൽ തന്നെ ഇരുന്നാല് അമ്മ വീട്ടിൽ തന്നെ അമ്മയുടെ സ്വത്തുക്കൾ ഇരിക്കുകയും ആ സ്വത്തിൽ നിന്ന് പണം ഉണ്ടാവുന്നുവെന്നും ഇവിടെ അത് വർഗോത്തമ അംശകം, വളരെ പവർഫുൾ അംശകം. ധനാംശകമാണെങ്കിൽ 2ാം ഭാവ അംശകമാണെങ്കിൽ അമ്മ വല്ല ടീച്ചിങ് ഫീൽഡിലോ അല്ല വല്ല സെയിൽസ് ഫീൽഡിലോ മാർക്കറ്റിംഗ് ഫീൽഡിലോ ഒക്കെ ജോലി ചെയ്തിട്ട് അമ്മ പണം ഉണ്ടാക്കി കൊടുക്കുന്നുവെന്നും, സുതാംശമാണെങ്കിൽ 5ാംശമാണെങ്കിൽ ഈ അമ്മയുടെ മറ്റു മക്കളുകളിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന പണത്തിൽ നിന്നൊക്കെ നമുക്ക് ലാഭം ഉണ്ടാകുമെന്ന് പറയും. ഇത് പണം എന്ന് പറയുന്ന ഒരു കാര്യവും മാതാവ് എന്ന് പറയുന്ന ഭാവം തട്ടിച്ച് പറഞ്ഞത് മാത്രം. ഇത് നിങ്ങൾക്ക് ബേസിക്കലി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇത്തരത്തില് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് ഒരു മെത്തേഡ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും അംശകം നോക്കുന്നതിന് പല മെത്തേഡുകളുണ്ട്. ഉൾവാഴ്ക്കയെ, ഒരാളുടെ ആന്തരികമായ ചിന്ത, ജീവിതം, ഇന്റേണൽ മെന്റൽ ലൈഫ് എന്ന് പറയും, അത് കണക്കാക്കുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ നമുക്കിനി മറ്റുള്ള പല വീഡിയോകളിൽ കാണാം. ഇനി നിങ്ങൾക്ക് സ്ഫുടം വെച്ചിട്ട് എങ്ങനെയാണ് നവാംശം ഗണിക്കുന്നത്, ഈസി ആയിട്ട് ഗണിക്കുന്ന അജമൃഗ തൗലി ചന്ദ്രപവനാദി വിധി ഒക്കെ അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക. ഇത്തരത്തിൽ ജ്യോതിഷത്തിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വ്യക്തമായിട്ടും വളരെ ക്ലിയർ ആയിട്ട് പല ജ്യോതിഷത്തിന്റെ ന്യൂനക്കങ്ങളും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം പരാശരേശ്വരായ നമഃ.